എറണാകുളത്തേക്ക് പോകേണ്ടതുണ്ട്. പ്രസവശേഷം ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ കൊച്ചിയിലെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞിനെ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോവുകയാണ്. ട്രെയിനെത്തിയെന്ന് മനസ്സിലാക്കുന്നു. കേരളത്തിൻ്റെ ഒന്നാകെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നിധി ജാർഖണ്ഡിലേക്ക് പോകുന്നത്. നിധി എന്ന പേര് പ്രേക്ഷകർക്കറിയാം. അത് ആരോഗ്യമന്ത്രി വീണ ജോർജാണ് അങ്ങനെ ഒരു പേരിട്ടത്. കുഞ്ഞിനി ജാർഖണ്ഡ് CWCയുടെ സംരക്ഷണയിലായിരിക്കും കഴിയുക. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. CWC അധികൃതരും പോലീസും ഒക്കെ അടങ്ങിയ സംഘം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിധിയുമായി പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആൻമരിയ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആൻമരിയ, കേരളത്തിൻ്റെ ഒന്നാകെ സ്നേഹം ഏറ്റുവാങ്ങി, കേരളത്തിൻ്റെ ഒന്നാകെ കരുതലേറ്റുവാങ്ങി, ലാളനെ ഏറ്റുവാങ്ങി ആ കുഞ്ഞ് തിരികെ ജാർഖണ്ഡിലേക്ക് മടങ്ങുകയാണ്. എന്താണ് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? വലിയ വിഷമമുള്ള കാഴ്ചയാണ്, എങ്കിലും സന്തോഷമുള്ള കാഴ്ചയുമാണത്. ആൻമരി, തീർച്ചയായിട്ടും സ്മിത ആദ്യം സൂചിപ്പിച്ചിരുന്നു, ഓരോ വേർപാടുകളും അത് വേദനയുണ്ടാക്കുന്നതാണ്. പക്ഷേ ഈ വേർപാടിൽ അല്പം സന്തോഷമുണ്ട് എന്ന് സ്മിത ആദ്യം സൂചിപ്പിച്ചിരുന്നു. അത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച. ഓരോരുത്തരുടെ മുഖത്ത് അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങൾ കാണുന്നുണ്ട്. കാരണം അവർ ചേർത്ത് പിടിച്ച കുഞ്ഞാണ്, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞരോ ഇത്രയും പ്രായമായിട്ടുള്ളൂ, മാസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ആ കുഞ്ഞിനെ അതുപോലെ അവർ കാത്തു സൂക്ഷിച്ചതാണ്, മരണത്തിൽ നിന്നും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ കുഞ്ഞിനെ പിരിയുന്നതിലുള്ള ആ ഒരു ചെറിയ വിഷമം അത് അവരുടെ മുഖത്തുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർക്ക് സന്തോഷമാണ്, മനസ്സ് നിറയെ സന്തോഷമാണ്. കാരണം പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ് ആ നിധിയെ അവർ തിരികെ ജാർഖണ്ഡിലേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കോട്ടയത്തെ ഒരു ഫാമിൽ അവർ ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന്. നമുക്ക് മാതാപിതാക്കളെയും പൂർണ്ണമായിട്ട് കുറ്റം പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല ഇവരെ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല. പിന്നീട് ഇവർ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചതിന് ശേഷം അവരെ തിരിച്ച് അങ്ങോട്ടേക്ക് വിടുമ്പോൾ, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് അവർ തിരികെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ കുഞ്ഞിനെ അവർ ഏറ്റെടുത്ത് അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് സർക്കാർ തന്റെ വളർത്തുമകളായി പ്രഖ്യാപിച്ചുകൊണ്ട് കേരളക്കരെ ഒന്നാകെ ചേർത്ത് പിടിച്ച ആ നിധി പോലെ കാത്തു സൂക്ഷിച്ച കുഞ്ഞാണത്. ഇപ്പൊ ഇനി അല്പസമയങ്ങളേ ഉള്ളൂ. എന്താ തോന്നുന്നത്? വിഷമമുണ്ടല്ലേ? വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. പക്ഷേ ഇത് നമ്മളുടെ കുഞ്ഞിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവൾ വളരേണ്ടത് അവളുടെ നാട്ടിലാണ്, അവളുടെ ഭാഷയിലാണ്, അവളുടെ കൾച്ചറിലാണ്. അപ്പൊ അത് തീർച്ചയായും നമ്മൾ ചെയ്തല്ലേ തീരുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ഭാഗമാകുന്നു. ഞങ്ങളും വിഷമമുണ്ടോ? വിഷമമുണ്ട്. പക്ഷെ എല്ലാവരും ജോയിന്റ് എഫേർട്ടിലാണ്. വനിതാ ശിശുവികസന വകുപ്പും പോലീസിന്റെയും ഹെൽപ്പോടുകൂടിയാണ് നമ്മൾ കൊണ്ടാക്കുന്നത്. അതിൽ സന്തോഷം. കുട്ടി അവരുടെ നാട് എത്തട്ടെ. അതെ, വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച ഒരു പക്ഷേ CWC ഓഫീസർ, ആ കുഞ്ഞുമായി നിൽക്കുന്ന CWC ഓഫീസറുടെ മുഖത്തെ ആ ചിരിയാണെന്ന് തോന്നുന്നു. സങ്കടമുണ്ട്, ആ സ്നേഹവാത്സല്യങ്ങളെല്ലാം തന്നെ ആ ചിരിയിൽ അടങ്ങിയിട്ടുമുണ്ട്. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.